നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കും. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ. കൊച്ചിയിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃസംഗമത്തിൽ രാഹുൽ പങ്കെടുക്കും. UDF നേതാക്കളുമായും രാഹുൽ ഗാന്ധി ചർച്ച നടത്തും. ഉച്ചയ്ക്ക് 1 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലിറങ്ങുന്ന രാഹുൽ ഗാന്ധി ആദ്യമെത്തുക അന്തരിച്ച MI ഷാനവാസ് MPയുടെ വീട്ടിലാണ്. 3 മണിക്ക് മറൈൻ ഡ്രൈവിലെ കോൺഗ്രസ് നേതൃസംഗമത്തിൽ പങ്കെടുക്കും. മറൈൻ ഡ്രൈവിലെ സമ്മേളനത്തിന് മുമ്പ് ഗസ്റ്റ് ഹൌസിൽ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പാണ് 1 മണിക്കൂർ നീളുന്ന കൂടിക്കാഴ്ചയിലെ ഏക അജണ്ട. തുടർന്ന് UDF നേതാക്കളെയും രാഹുൽ ഗാന്ധി കാണും. അധിക സീറ്റ് ആവശ്യപ്പെടുന്ന ഘടകകക്ഷികളെ അനുനയിപ്പിക്കാൻ കൂടിയാണ് ഈ കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും UDF നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിക്കും. ഐക്യജനാധിപത്യ മുന്നണിയുടെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ഉദ്ഘാടനം പോലെയാണ് സമ്മേളനം വെച്ചിരിക്കുന്നത്. എന്റെ ബൂത്ത് എന്റെ അഭിമാനം എന്ന കോൺഗ്രസ് നേതൃസംഗമത്തിൽ ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരുമാണ് പങ്കെടുക്കുന്നത്. നിർജീവമായ ബൂത്ത് തല പ്രവർത്തനം സജീവമാക്കുകയാണ് ലക്ഷ്യം. തിരികെ ഗസ്റ്റ് ഹൌസിലെത്തുന്ന രാഹുൽ മുതിർന്ന നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തും. വൈകിട്ട് ഡൽഹിക്ക് മടങ്ങും. പൊതുസമ്മേളനത്തിൽ സ്ത്രീ പങ്കാളിത്തം പരമാവധി ഉറപ്പുവരുത്തണമെന്നാണ് KPCCയുടെ പ്രത്യേക നിർദ്ദേശം. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി സീറ്റിനായി പിടിമുറുക്കി PJ ജോസഫ്. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് PJ ജോസഫ് വ്യക്തമാക്കി. ലയനത്തിന് ശേഷം വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന നിലപാട് പരസ്യമാക്കിയ PJ ജോസഫ് ജനാധിപത്യ കേരള കോൺഗ്രസുമായുള്ള സഹകരണ സാധ്യതയും തള്ളിക്കളയുന്നില്ല. ജോസ് കെ മാണിയുടെ കേരള യാത്ര പാർട്ടിയിൽ ചർച്ച നടത്താതെയാണെന്നും PJ ജോസഫ് വ്യക്തമാക്കി. ഇടുക്കി സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് PJ ജോസഫ്. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണം, ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഇടുക്കിയും ചാലക്കുടിയും പഴയ മൂന്നൂരാണ് ചാലക്കുടി. രണ്ടിടത്തും ഇപ്പോൾ UDFയുടെ കയ്യിലല്ല സീറ്റ്. ആ 2 സീറ്റിൽ ഏതെങ്കിലും സീറ്റ് വരുമ്പോൾ കഴിഞ്ഞ UDF തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. കേരള കോൺഗ്രസ് എമ്മുമായുള്ള ലയനത്തിന് മുൻപ് ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്ന ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോൾ ആ പ്രാതിനിധ്യമില്ല. ഇരു ഗ്രൂപ്പുകളുടെയും ലയനത്തിന് ശേഷം വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ജോസഫ് പരസ്യമാക്കി. പാർട്ടിയിൽ ഇപ്പോഴും 2 വിഭാഗമുണ്ടെന്ന് സമ്മതിച്ച PJ ജോസഫ് ജനാധിപത്യ കേരള കോൺഗ്രസുമായുള്ള സഹകരണ സാധ്യതയും തള്ളിയില്ല. അങ്ങനെയുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. കേരള കോൺഗ്രസുകൾ യോജിക്കാറുണ്ട്, രണ്ടായിമാറുണ്ട്. സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ജോസ് കെ മാണിയുടെ കേരള യാത്ര സംബന്ധിച്ച ഭിന്നതയും ജോസഫ് പരസ്യമാക്കി. ചർച്ച നടന്നില്ലെന്ന പരാതി പാർട്ടിക്കുള്ളിലുണ്ട്. പാർട്ടിക്കുള്ളിൽ ചില ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പരാമർശം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. എന്നോർത്ത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം സാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. UDF നേതൃത്വത്തെയും മാണി ഗ്രൂപ്പിനെയും പ്രതിസന്ധിയിലാക്കുന്ന നീക്കത്തിനാണ് PJ ജോസഫ് ഒരുങ്ങുന്നത്. ഇടുക്കി സീറ്റ് ആവശ്യപ്പെടുന്നത് PJ ജോസഫിന് തന്നെ മത്സരിക്കാനാണെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത PJ ജോസഫും തള്ളിയില്ല. TG സജിത്, ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് മണ്ഡലത്തിനായുള്ള മുസ്ലിം ലീഗ് അവകാശവാദത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് പ്രതിനിധി തന്നെ വയനാട്ടിൽ നിന്നും ലോക്സഭയിലേക്ക് പോകുമെന്ന് KPCC നിർവാഹക സമിതി അംഗം ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. വയനാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ആര്യാടൻ ഷൌക്കത്തും ഇടം പിടിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റിനായി പിടിമുറുക്കുകയാണ് മുസ്ലിം ലീഗ്. ഇക്കാര്യം രാഹുൽ ഗാന്ധിയോട് ഔദ്യോഗികമായി ആവശ്യപ്പെടാനും ലീഗ് ശ്രമിക്കുന്നുണ്ട്. വയനാട് സീറ്റാണ് ലീഗിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ഇതിനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് ശ്രമം. വയനാട്ടിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധി തന്നെ ലോക്സഭയിലേക്ക് പോകുമെന്ന് KPCC നിർവാഹക സമിതി അംഗം ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. ഇവിടെ ഒരു സംശയവും വേണ്ട. വയനാട് പോലുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബഹുഭൂരിപക്ഷത്തോട് വിജയിക്കാൻ പറ്റിയ മണ്ഡലമാണ്. അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥി തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കും. അതിനെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും. ആര്യാടൻ ഷൌക്കത്തിനെ വയനാട്ടിൽ നിന്നും മത്സരിപ്പിക്കണമെന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മറുപടി ഇങ്ങനെ: ഒരിക്കലുമില്ല. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആര്യാടൻ ഷൌക്കത്ത് വയനാട് മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് പരിഗണിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ്. ന്യൂസ് 18 കോഴിക്കോട്. ജനാധിപത്യ കേരള കോൺഗ്രസിനും സീറ്റ് വേണം. സീറ്റിനായി ജനാധിപത്യ കേരള കോൺഗ്രസും ഫ്രാൻസിസ് ജോർജിനെ മുന്നിൽ നിർത്തിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് LDFൽ സമ്മർദ്ദത്തിന് ഒരുങ്ങുന്നത്. കോട്ടയമോ പത്തനംതിട്ടയോ ലഭിച്ചാൽ ഫ്രാൻസിസ് ജോർജിനെ ഇറക്കി വിജയം ഉറപ്പിക്കാമെന്നാണ് പാർട്ടിയുടെ അവകാശവാദം. LDFൽ അംഗമായ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ പാർലമെന്റ് അംഗമായ മുതിർന്ന നേതാവ് ഫ്രാൻസിസ് ജോർജിനെ രംഗത്തിറക്കിയാൽ ഈ കുറവ് പരിഹരിക്കാം. ഈ കണക്കുകൂട്ടലിലാണ് കോട്ടയമോ പത്തനംതിട്ടയോ ചോദിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളെ പരിഗണിക്കുന്നത് സ്വാഭാവികമായി LDFന് ഗുണകരമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ പരിഗണിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇടുക്കിയിൽ PJ ജോസഫ് മത്സരിച്ചേക്കുമെന്ന സാധ്യത മുന്നിൽ കണ്ടാണ് പത്തനംതിട്ടയോ കോട്ടയമോ ചോദിക്കാൻ തീരുമാനിച്ചത്. മത്സരിക്കാൻ അവസരം ലഭിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിലെ അതൃപ്തർ ഒപ്പം ചേരുമെന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ വിശ്വാസം. ജോസഫ് വിഭാഗത്തെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷെ ആ പ്രസ്ഥാനത്തിലുള്ളവരാണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തി അതിലവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ധീരമായിട്ടുള്ള ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ച് ഒരു ഘട്ടത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ വരട്ടെ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ എടുക്കേണ്ട നിലപാട് അല്ലെങ്കിൽ ഞങ്ങൾ നടത്തേണ്ട ഒരു പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. ഏതായാലും മുന്നണി പ്രവേശനത്തിന് തൊട്ടുപിന്നാലെയുള്ള സീറ്റുമോഹം സാധിച്ചെടുക്കുക അത്ര എളുപ്പമാവില്ല ജനാധിപത്യ കേരള കോൺഗ്രസിന്. ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി മാത്രം പോരാ LDFനെ സ്വാധീനിക്കാൻ. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. പാലക്കാട് ഇത്തവണ MPയും MLAയും തമ്മിലാകുമോ മത്സരം? മണ്ഡലം പിടിക്കാൻ ഷാഫി പറമ്പിൽ MLAയെ ഇറക്കണമെന്നാണ് കോൺഗ്രസിലെ വികാരം. MP രാജേഷിന് മൂന്നാം ഊഴം, പക്ഷേ പാർട്ടി നേതൃത്വം സ്ഥിരീകരിക്കുന്നില്ല. കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ BJP തന്ത്രം മെനയുന്ന മണ്ഡലം കൂടിയായതിനാൽ പാലക്കാട് ഇത്തവണ മത്സരം കടുകടക്കും. CPMനായി സിറ്റിംഗ് MP MB രാജേഷ്, കോൺഗ്രസിനായി സിറ്റിംഗ് MLA ഷാഫി പറമ്പിൽ. ഇരുവർക്കും കടുത്ത മത്സരം നൽകി BJP. അങ്ങനെയൊരു പോരാട്ടം ഇത്തവണ പാലക്കാടുണ്ടാവുമോ? ഷാഫി പറമ്പിൽ മത്സരത്തിനുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നൽകുന്ന സൂചന. എന്നാൽ 2 തവണയിൽ കൂടുതൽ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന CPM തീരുമാനത്തിൽ ഇളവുണ്ടായാലേ MB രാജേഷ് ഉണ്ടാകൂ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അങ്ങനെയാണ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് 2 മണ്ഡലങ്ങളും LDFന് നിലനിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. 1957 മുതൽ ഇതുവരെ നടന്ന 15 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 തവണ മാത്രമേ കോൺഗ്രസിന് പാലക്കാട് പിടിക്കാനായിട്ടുള്ളൂ. ഇത്തവണ മണ്ഡലം പിടിക്കാൻ ഷാഫി പറമ്പിൽ എന്ന യുവ MLAയെ കോൺഗ്രസ് ഇറക്കുമോ? ഷാഫിയുടെ മറുപടി ഇങ്ങനെ: ഇപ്പം മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ MLAമാർ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. MLAമാരല്ലാത്ത ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പം അതിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സിലേക്കാണ് പാർട്ടി നേതൃത്വം പോവുക. പിന്നെ അങ്ങനെ ഒരു ആലോചനകളില്ലാണ്ട് ഒരൊറ്റ തീരുമാനമായിരിക്കില്ലല്ലോ. ഇതിപ്പം ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു കേരളത്തിലെ പാർട്ടി നേതൃത്വവും അവരെല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ ഒരു തീരുമാനം എടുക്കുക. തീരുമാനം അങ്ങനെയല്ലേ വരുള്ളൂ. കഴിഞ്ഞ തവണ 1,36,000 വോട്ട് നേടിയ BJPയും ഇത്തവണ കച്ചമുറുക്കി തന്നെയാണ്. ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും മുന്നിൽ. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. പത്മനാഭസ്വാമി ക്ഷേത്രം കേസിന്റെ അന്തിമവാദം സുപ്രീംകോടതിയിൽ ഇന്ന് ആരംഭിക്കും. ജസ്റ്റിസുമാരായ UU ലളിത്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് അന്തിമവാദം കേൾക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം കേസിലെ അമിക്കസ് ക്യൂറി സ്ഥാനത്തുനിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ സോളിസിറ്റർ ജനറൽ ഗോപാൽ സുബ്രഹ്മണ്യം നൽകിയ കത്ത് സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. നവംബർ 25-നാണ് ഗോപാൽ സുബ്രഹ്മണ്യം കത്ത് കൈമാറിയത്. വ്യക്തിപരമായ അസൌകര്യം കാരണം അമിക്കസ് സ്ഥാനം ഒഴിയാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. കേരളമൊഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്ക് കുറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഞെട്ടിപ്പിക്കും വിധം പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുകയാണ്. 1000 ആൺകുട്ടികൾക്ക് 877 പെൺകുഞ്ഞുങ്ങൾ മാത്രമാണ് രാജ്യത്ത് പിറക്കുന്നത്. ആന്ധ്രയും രാജസ്ഥാനുമാണ് പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം ഏറ്റവുമധികം കുറയുന്ന സംസ്ഥാനങ്ങൾ. 1000 ആൺകുട്ടികൾക്ക് 806 പെൺകുഞ്ഞുങ്ങൾ എന്നതാണ് രണ്ടിടത്തും ജനന നിരക്ക്. ഗുജറാത്ത് അടക്കം മിക്ക സംസ്ഥാനങ്ങളിലും ഓരോ വർഷവും പെൺകുട്ടികളുടെ എണ്ണം കുറയുകയാണെന്നും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പുതിയ കണക്കുകൾ പറയുന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ 10 വർഷത്തിൽ പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കിൽ 160 പോയിന്റ് കുറവ് വന്നു. 2007 ശേഷം പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്ക് കൂടിയ ഒരേയൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 1000 ആൺകുട്ടികൾക്ക് 954 പെൺകുട്ടികൾ എന്നതാണ് കേരളത്തിലെ ജനന നിരക്ക്. ഇത് ദേശീയ ശരാശരിയേക്കാൾ 77 പോയിന്റ് കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ് കേരളത്തിലെ നില എങ്കിലും സെൻസസ് പ്രകാരം പെൺകുട്ടികളുടെ ജനന നിരക്കിൽ വലിയ നേട്ടം അവകാശപ്പെടാനാവില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളെ, എസ്പെഷ്യലി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ കുറച്ച് മെച്ചപ്പെട്ടാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ
തോതിൽ, അതായത് എണ്ണത്തിൽ, സെക്സ് റേഷ്യോയിൽ ശരിയായ വിധത്തിലൊരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പെൺഭ്രൂണഹത്യ തടയാൻ നിയമങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ പോലും അത് പൂർണ്ണമായി ഫലപ്രദമാകുന്നില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ടെസ്റ്റുകൾ നടക്കുന്ന ജനറ്റിക് സെന്ററുകളെയൊക്കെ നമ്മൾ തൃശ്ശൂർ പോലും പലപ്പോഴും നമ്മൾ പൂട്ടിയിടുകയും അതിനെ തുടർന്ന് കുറേയധികം സമയം ഈ നിയമം ആയിട്ട് മുമ്പോട്ട് പോവുകയും കോടതിയും കേസുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും എന്തോ ശരിക്കും പെൺകുഞ്ഞുണ്ടാവുന്നത് നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ ബാധ്യത വരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെൺകുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് അത്ര സേഫ് അല്ല എന്ന് അച്ഛനമ്മമാർക്ക് തോന്നുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ആന്ധ്രാപ്രദേശിൽ 10 വർഷത്തിനുള്ളിൽ പെൺകുട്ടികളുടെ ജനന നിരക്ക് 168 പോയിന്റ് കുറഞ്ഞു. തെലങ്കാന രൂപീകരിക്കപ്പെടുമ്പോൾ 1000 ആൺകുട്ടികൾക്ക് 954 പെൺകുട്ടികൾ ജനിച്ചിരുന്നു. ഇപ്പോൾ അത് 73 പോയിന്റ് കുറഞ്ഞ് 881 ആയി. രാജ്യത്ത് 10 വർഷത്തിനിടെ പെൺകുട്ടികളുടെ ജനന നിരക്ക് 27 പോയിന്റ് കുറഞ്ഞുവെന്ന അമ്പരപ്പിക്കുന്ന സത്യവും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കണക്കിലുണ്ട്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. കർണാടകയിൽ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയെ വിമർശിച്ച കോൺഗ്രസ് എംഎൽഎമാരിൽ ഒരാളായ സോമശേഖർ മാപ്പ് ചോദിച്ചു. എംഎൽഎമാരുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. സംഭവം വിവാദമായതോടെയാണ് കോൺഗ്രസ് മാപ്പ് പറഞ്ഞ് രംഗം തണുപ്പിച്ചത്. കർണാടകയിൽ കോൺഗ്രസും ജനതാദൾ സെക്കുലറും തമ്മിലുള്ള പോരാണ് പുതിയ രാഷ്ട്രീയ നാടകം. മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിക്കെതിരെ ഒളിയം പെയ്തത് കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ പുട്ടരംഗ ഷെട്ടിയായിരുന്നു. കോൺഗ്രസുകാരുടെ മുഖ്യമന്ത്രി ഇപ്പോഴും സിദ്ധരാമയ്യയാണ് എന്നായിരുന്നു പ്രസ്താവന. കുമാരസ്വാമിയുടെ ഭരണത്തിൽ വികസനം മുരടിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് എംഎൽഎ സോമശേഖറും രംഗത്തെത്തി. അംഗങ്ങളെ കോൺഗ്രസ് നിയന്ത്രിച്ചില്ലെങ്കിൽ രാജിവെച്ചൊഴിയുമെന്ന് കുമാരസ്വാമി ഭീഷണി മുഴക്കി. കോൺഗ്രസ് ലീഡേഴ്സ് ദേ മസ്റ്റ് കൺട്രോൾ their MLAs frequently if they in the open meetings if they react like this. സംഭവം വിവാദമായതോടെ കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ദിനേശ് റാവു എംഎൽഎമാരെ വിളിച്ചുവരുത്തി ശാസിച്ചു. അതിരുവിട്ട പ്രസ്താവനയാണ് ഉണ്ടായതെന്നും സോമശേഖർ എംഎൽഎ മുഖ്യമന്ത്രിയോട് മാപ്പ് പറഞ്ഞുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ അറിയിച്ചു. That is a different thing. But as far as Siddaramaiah is concerned, yes, he is our leader. He is a CLP leader in our party. He has done well for the last 5 years. Nobody can dispute that. മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് കർണാടകയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വ്യക്തമാക്കി. അങ്ങനെ യാതൊരു സാഹചര്യവും അവിടെ നിലവിലില്ല. ഗവൺമെന്റ് വളരെ ശക്തമായി മുന്നോട്ട് പോകും. ശരിയാണ്, ഒരു MLAയുടെ പ്രസ്താവന ഗവൺമെന്റ് പ്രവർത്തനങ്ങളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടൊരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ടാണ് അത്തരം പ്രസ്താവനകളെ കാണുന്നത്. പാർട്ടി പ്രസിഡന്റിനോട്, സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ദിനേശ് ഗുണ്ടുറാവിനോട് നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത്തരം വാസ്തവവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ അനവസരത്തിൽ നടത്തിയ MLAയോട് അടിയന്തരമായും വിശദീകരണം ചോദിക്കാനും തൃപ്തികരമല്ലാത്ത മറുപടിയാണെങ്കിൽ ശക്തമായ അച്ചടക്ക നടപടികളുമായി മുന്നോട്ട് പോകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവാദ പ്രസ്താവന നടത്തിയ MLAമാരോട് കോൺഗ്രസ് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. സഖ്യം തകർക്കുന്ന പ്രസ്താവനകൾ പാടില്ലെന്ന് എല്ലാ MLAമാർക്കും നേതൃത്വം കർശന മുന്നറിയിപ്പ് നൽകി. തൽക്കാലം പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയെങ്കിലും 7 മാസം പ്രായമായ കോൺഗ്രസ് JDS സഖ്യം ഉലയുക തന്നെയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അഫ്ഗാനിസ്ഥാനിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള കരട് കരാറിന് അമേരിക്കയും താലിബാനും അംഗീകാരം നൽകി. നീണ്ട 17 വർഷത്തെ പോരാട്ടം അവസാനിപ്പിച്ച് തുടർ ചർച്ചകളുടെ പ്രശ്നപരിഹാരം കാണാൻ ഇരുകൂട്ടരും ധാരണയായതായി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ അമേരിക്കൻ പ്രതിനിധി വ്യക്തമാക്കി. അടുത്ത മാസം തന്നെ ഉന്നതതല ചർച്ചകൾ തുടങ്ങുമെന്നും സൂചനയുണ്ട്. നേരത്തെ ഇരുകൂട്ടരും തമ്മിൽ ഖത്തറിൽ വെച്ച് നടത്തിയ 6 ദിവസത്തെ ചർച്ചകൾക്കൊടുവിലായിരുന്നു സമവായത്തിന് വഴിയൊരുങ്ങിയത്. ചൈനീസ് മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ ഹുവായിക്കെതിരെ അമേരിക്കൻ സർക്കാർ ക്രിമിനൽ കുറ്റം ചുമത്തി. അമേരിക്കൻ മൊബൈൽ നിർമ്മാണ കമ്പനിയായ T-Mobile സാങ്കേതിക വിദ്യ മോഷ്ടിച്ചുവെന്നും അമേരിക്കയിലെ ഗ്ലോബൽ ബാങ്കിനെ കബളിപ്പിച്ചുവെന്നുമാണ് ഹുവായിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. കമ്പനി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെയും സംഭവത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട്, കുറ്റം ചുമത്തിയിട്ടുമുണ്ട്. എന്നാൽ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് കമ്പനി വ്യക്തമാക്കി. എൻഡോസൾഫാൻ ഇരകൾ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. നഷ്ടപരിഹാരം സംബന്ധിച്ച 2017 സുപ്രീംകോടതി വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നാളെ മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം നടത്തും. അമ്മമാരുടെ പട്ടിണി സമരത്തിൽ സാമൂഹ്യ പ്രവർത്തക ദയാഭായും പങ്കെടുക്കും. ഉത്തരവുകൾ നടപ്പിലാക്കുവാൻ ഭരണ സംവിധാനങ്ങൾ വിമുഖത പ്രകടിപ്പിക്കുമ്പോൾ സമരമല്ലാതെ വേറെ മാർഗമില്ല എന്ന് ദയാഭായി പറഞ്ഞു.
2017 ജനുവരി 10 എൻഡോസൾഫാൻ ഇരകൾക്ക് 3 മാസത്തിനകം നഷ്ടപരിഹാരം നൽകാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഇതനുസരിച്ച് 6212 പേർക്കാണ് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം ലഭിക്കേണ്ടത്. എന്നാൽ ഇതിൽ 3547 പേർക്ക് യാതൊരുവിധ നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല. കോടതി വിധി നടപ്പാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അമ്മമാർ പട്ടിണി സമരം തുടങ്ങുന്നത്. ആവശ്യങ്ങൾ പുതുതായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷേ ഒരുപാട് പ്രഖ്യാപനങ്ങളും കോടതി വിധിയും ഒക്കെ നടന്നിട്ടൊന്നും നടക്കുന്നില്ല. പ്രധാനമായിട്ട് അതാണ്. ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ നേരത്തെ തീരുമാനിച്ചെങ്കിലും നാളിതുവരെ നടപ്പാക്കിയിട്ടില്ല. സർക്കാർ സഹായം 11 പഞ്ചായത്തുകളിലേക്ക് ചുരുക്കി. 2013 സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ പോലും അവസാനിപ്പിച്ചിരിക്കുകയാണ്. എൻഡോസൾഫാൻ ഇരകളുടെ പുനരധിവാസനത്തിനായുള്ള മാതൃകാ ഗ്രാമത്തെ സംബന്ധിച്ച തീരുമാനങ്ങൾ ഇന്നും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇവർക്ക് ഈ മനുഷ്യരെ ജീവിക്കാൻ നിയമപരമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. ഇവർ റിക്കവർ ചെയ്യലെന്ന് പറയുന്നു പൂർണ്ണ സുഖമാകൽ. എന്നാലും ഫിസിയോതെറപ്പി, മറ്റ് തെറപ്പി, സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുത്താൽ ഒരുപാട് പേർക്ക് അല്പം കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ചുകൂടെ മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിക്കും. അത് സർക്കാർ ചെയ്യണം. പിന്നെ കമ്പൻസേഷൻ കൊടുക്കണം, ചികിത്സ കൊടുക്കണം. നിസ്സഹായരായ ഈ മനുഷ്യരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. അത് ബോധ്യപ്പെടുത്താനാണ് അമ്മമാർ തെരുവിലേക്ക് ഇറങ്ങുന്നത്. കൊച്ചിയിൽ നിന്ന് CN പ്രകാശിനൊപ്പം മനു ഭരത്, ന്യൂസ് 18 കാസർഗോഡ്. കശുവണ്ടി വ്യവസായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് കൊല്ലത്തിന്റെ പ്രധാന ബജറ്റ് പ്രതീക്ഷ. പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വ്യവസായത്തിന് തിരിച്ചു വരണമെങ്കിൽ പ്രത്യേക പാക്കേജ് കൂടിയേ തീരൂ. ആയിരക്കണക്കിന് കശുവണ്ടി തൊഴിലാളികൾ മുതൽ ബാങ്ക് വായ്പയിൽ കുടുങ്ങിയ ഇടത്തരം ഫാക്ടറി ഉടമകൾ വരെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന ബജറ്റിനെ കാണുന്നത്. കശുവണ്ടി വ്യവസായ മേഖലയിലെ ഇടത്തരം സ്വകാര്യ ഫാക്ടറി ഉടമകൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇവരുടെ ബാങ്ക് വായ്പകൾ പുനഃക്രമീകരിക്കാമെന്നാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി നൽകിയ ഉറപ്പ്. സംസ്ഥാന സർക്കാരുമായുള്ള ചർച്ചയെ തുടർന്നായിരുന്നു തീരുമാനം. എന്നാൽ വായ്പ പുനഃക്രമീകരിച്ചു നൽകാൻ ഫെഡറൽ, കാത്തലിക് സിറിയൻ ബാങ്കുകൾ തയ്യാറാകുന്നില്ല എന്നാണ് ഫാക്ടറി ഉടമകൾ ഉയർത്തുന്ന ആക്ഷേപം. വായ്പകൾ മറിച്ചു നൽകി ചതിക്കുഴിയിൽപ്പെടുത്താനാണ് 2 ബാങ്കുകളുടെയും നീക്കമെന്ന് ഫാക്ടറി ഉടമകൾ ആരോപിക്കുന്നു. കശുവണ്ടി വ്യവസായമായിട്ടുള്ള 16 അക്കൗണ്ടുകളുണ്ട്. ഒരൊറ്റ അക്കൗണ്ട് പോലും അവർ റീസ്ട്രക്ചർ ചെയ്ത് തരത്തുമില്ല. ഈ ഫെഡറൽ ബാങ്കാണ് കഴിഞ്ഞ വർഷം ഈ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 5 വ്യവസായികളെ മുംബൈയിലുള്ള മാർവാടി കമ്പനികൾക്ക് വിറ്റത്. ആ മാർവാടി കമ്പനികൾക്ക് വിറ്റതുപോലെ ഇനി തുടർന്ന് 16 അക്കൗണ്ടുകൾ കൂടി അവരുടെ കയ്യിലുണ്ട്. അതും അവർ വിൽക്കും എന്ന് ശടിച്ചു നിൽക്കുകയാണ്. ഫാക്ടറി ഉടമകളുടെ 16 അക്കൗണ്ടുകളാണ് ഫെഡറൽ ബാങ്കിലുള്ളത്. ഇത് പുനഃക്രമീകരിച്ചു നൽകാത്തത് ഫാക്ടറി ഉടമകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ആരോപണം. SLBCയുടെ തീരുമാനം ബാങ്കുകൾ നടപ്പാക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായാണ് ഫാക്ടറി ഉടമകൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലം ഇരുമ്പുപാലത്തെ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിലേക്ക് ഫാക്ടറി ഉടമകൾ മാർച്ച് നടത്തി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ഫാക്ടറി ഉടമകൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കൊല്ലം. സംസ്ഥാന ബജറ്റിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കയർ മേഖല. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള വഴി ബജറ്റ് കാട്ടിത്തരുമെന്നാണ് ഈ മേഖലയിലുള്ളവരുടെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച തൊണ്ട് സംസ്കരണ യൂണിറ്റുകൾ വടക്കൻ ജില്ലകളിൽ പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. യന്ത്രവൽകൃത തറികൾ എന്നതാണ് അടുത്ത ലക്ഷ്യം. ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ചകിരിയുടെ വില പിടിച്ചു നിർത്തുക എന്നതായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഇത്തവണ തൊണ്ടുതല്ല് യൂണിറ്റുകളിൽ കയറുൽപാദനം കൂടി ആരംഭിക്കും. ഏതാനും സൊസൈറ്റി ഫാക്ടറികൾ ആധുനിക സംവിധാനത്തിലേക്ക് മാറുക, മോഡേൺ ഫാക്ടറിയായി മാറ്റുക എന്ന ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം ഞങ്ങൾ ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയാണ്. 100 ചകിരി ഉൽപാദന മില്ലുകളിൽ 50 എണ്ണം പ്രാവർത്തികമാക്കി കഴിഞ്ഞു. ഇതോടെ കിലോയ്ക്ക് 6 രൂപ കുറവിൽ ചകിരി വിതരണം കഴിഞ്ഞ വർഷം മുതൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രധാനമായും പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ ഉൽപാദനം. ചകിരിയോടൊപ്പം കയർ കൂടി ഈ ജില്ലകൾ ഉൽപ്പാദിപ്പിച്ചാൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാനാകും. കേരളത്തിലെ തൊണ്ട് ഇവിടെ തന്നെ സംഭരിച്ച് ഇവിടുന്ന് തന്നെ ചകിരിയാക്കി ഇവിടെ തന്നെ കയർ പിരിക്കുന്ന യന്ത്രങ്ങൾ സ്ഥാപിച്ചാൽ നമുക്ക് ആവശ്യമാകുന്ന മെറ്റീരിയൽ സാധനത്തിൻ്റെ ഷോർട്ട് ഉണ്ടാകത്തില്ല. ആ നിലയിലാണ് ഗവൺമെന്റും പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. സൊസൈറ്റികളിൽ പകുതിയോളം തറികൾ മാത്രമാകും പൂർണ്ണമായും യന്ത്രവൽകൃതമാവുക. ITI മേഖലയിലുള്ള ആളുകൾക്കും ഇതുവഴി തൊഴിലവസരം ലഭ്യമാകും. കഴിഞ്ഞ ബജറ്റിലൂടെ പ്രവർത്തനം ആരംഭിച്ച ചകിരി ഉൽപാദന കേന്ദ്രങ്ങളിൽ കയർ ഉൽപാദനം കൂടി ആരംഭിക്കാൻ കഴിയണം. ഒപ്പം തന്നെ യന്ത്രവൽകൃത തറകളിലേക്ക് നീങ്ങുന്നതോടെ പ്രതിസന്ധി ഒരു പരിധിവരെ മറികടക്കാനാകുമെന്നാണ് കയർ സൊസൈറ്റികളുടെ വിശ്വാസം. ആലപ്പുഴയിൽ നിന്നും
ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ SP ചൈത്ര തെരേസ ജോൺ നടത്തിയ റെയ്ഡിനെക്കുറിച്ച് അന്വേഷിച്ച ADGP മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് ഇന്ന് DGP മുഖ്യമന്ത്രിക്ക് കൈമാറും. ചൈത്ര തെരേസ ജോണിന്റെ നടപടി ശരിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് DGPക്ക് മനോജ് എബ്രഹാം നൽകിയിട്ടുള്ളത്. സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ശുപാർശയോടെയാകും റിപ്പോർട്ട് കൈമാറുക. ചൈത്രയ്ക്കെതിരെ നടപടി വേണമെന്നാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് 10 വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് 1000-ഓളം പേർ. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം 10 ഇരട്ടിയായി വർദ്ധിച്ചുവെന്നാണ് വനംവകുപ്പിന്റെ കണക്ക്. 2008 മുതൽ 2018 ഡിസംബർ വരെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 996 പേർ. 2008-ൽ 32 പേരാണെങ്കിൽ 2018-ൽ ഇത് 168 ഉയർന്നതായി വനംവകുപ്പിന്റെ കണക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. 10 വർഷത്തിനിടെ 3585 പേർക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. 38,994 കർഷകർക്ക് കൃഷിനാശമുണ്ടായി. ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത് വയനാട് ജില്ലയിലാണ്. കാട്ടാന ശല്യമാണ് ഏറ്റവും വലിയ ഭീഷണി. വനത്തിനകത്ത് ആവശ്യമായ ഭക്ഷണമില്ലാത്തതാണ് മൃഗങ്ങൾ കാടിറങ്ങാൻ കാരണം. ഇതിൻ്റെ കണക്കുകളൊന്നും കൃത്യമായി എഴുതി സൂക്ഷിച്ചിട്ടില്ലാത്തതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി എഴുതി സൂക്ഷിക്കാത്തൊരു സംവിധാനമാണ് ഇതിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് അടിയന്തരമായി ഒരു കമ്മീഷനെ വെച്ച് ആ കമ്മീഷനിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നിയമനിർമ്മാണം നടത്തണം. നമ്മൾ പെട്ടെന്നൊരു നിയമനിർമ്മാണം പറയുന്നത് എന്താണ് സാധ്യതകൾ, എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ആ കമ്മീഷനിൽ കർഷകരുടെ പ്രതിനിധികളും അതുപോലെ ജനപ്രതിനിധികളും ഉണ്ടായിരിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. വേനൽ കടുത്തതോടെ ഗ്രാമങ്ങളിലേക്ക് വന്യജീവികളുടെ പലായനം തുടരുകയാണ്. കാട്ടുമൃഗങ്ങളോട് മല്ലടിച്ചാണ് വനാതിർത്തിയിലെ കർഷക ജീവിതം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ശബരിമലയിൽ ദർശനത്തിന് പോയ ചാത്തന്നൂർ സ്വദേശി മഞ്ജുവിന് നേരെ കല്ലേർ. വീടിന് സമീപം വെച്ച് രാത്രിയിലാണ് കല്ലേറുണ്ടായത്. 10 മണിക്കായിരുന്നു സംഭവം. പോലീസിൽ പരാതി നൽകുമെന്ന് മഞ്ജു അറിയിച്ചു.